എക്സ്പ്ലനേഷൻ ആണ് പറയാൻ പോകുന്നത്. Mathematical explanation. Okay, now mathematical explanation. Then capital T small t into capital T small t. അല്ലേ? അപ്പോൾ ഇതിൽ രണ്ട് അരിയുണ്ട്. Capital T അരിയുണ്ട്, small t അരിയുണ്ട്. അല്ലേ? അപ്പോൾ capital T small t into capital T plus a plus b into a plus b എന്ന ഫോർമുലയിൽ വരാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Capital T small t the whole square എന്ന് എഴുതാം. അല്ലേ? അത് a plus b the whole square എന്നുള്ള ഫോർമുല ആയിരിക്കും. നമുക്ക് എങ്ങനെ എഴുതാം? a square plus 2ab plus b square capital T square plus 2ab 2 into capital T into small t plus t square small t square. Okay. Capital T square നമുക്ക് capital T എന്ന് എഴുതാം plus 2 into small capital T small t നമുക്ക് capital T small t plus capital T small t എന്ന് എഴുതാം plus t square small t square നമുക്ക് small t എന്ന് എഴുതാം. ഓക്കേ ആണല്ലോ? അപ്പോൾ again ഒരു capital T രണ്ട് capital T small t ഒരു small t ഇങ്ങനെ മെന്റൽ മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കേ ആണല്ലോ? ഇതാണ് mathematical explanation of Mendel's monohybrid person. ഓക്കേ ആണല്ലോ? ഇന്ന് നമ്മൾ പറയുന്നത് മെന്റൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയ കുറച്ച് കാര്യങ്ങൾ. മെന്റൽ പഠിച്ചിട്ട് മെന്റൽ പഠിക്കാതെ പോയ കുറച്ച് കാര്യങ്ങൾ. എന്താണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് പഠിക്കുന്നത്, പക്ഷെ മെന്റൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയ കുറച്ച് കാര്യങ്ങളാണ്. നോൺ മെന്റേലിയൻ ഇംപോർട്ടൻസ് ആണ്. മെന്റൽ പഠിക്കാതെ പോയ നോൺ മെന്റേലിയൻ എന്നാൽ മോണോഹൈബ്രിഡ് ആയിട്ടുള്ള കുറച്ച് ഇംപോർട്ടൻസുകളാണ്. പാരമ്പര്യമായിട്ട് കാര്യങ്ങളിൽ മാത്രമായി പറയുന്ന നോൺ മെന്റേലിയൻ മോണോഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ആണ്. മെന്റൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കുറച്ച് കാര്യമാണ് നമ്മൾ പറയുന്നത്. അതിനാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അതായത് ഡോമിനൻസ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പറയുന്നത്. ഓക്കേ ആണല്ലോ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ഫ്ലവർ കളർ ആണ് പറയുന്നത്. ചില പ്ലാന്റിന്റെ ഫ്ലവർ കളർ ആണ്. രണ്ട് പ്ലാന്റ് പറയുന്നത് മിറാബിലിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റും മിറാബിലിസ് 4 o'clock പ്ലാന്റ് ആണ്. നാലുമണി എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ്. 4 o'clock പ്ലാന്റ് ആണ്. ഇതാണ് ആന്റിയാണ്. അതിലെ ഫ്ലവർ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിനാണ് ഫ്ലവർ കളറാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ആയിട്ട് പറയുക. അപ്പൊ ഇതിന്റെ ഫ്ലവർ കളർ തീരുമാനിക്കുന്ന ജീനാണ് ആർ ജീനാണ് പറയുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ പ്യൂർ ലൈൻ ആയിട്ടുള്ള പാറ്റേൺ എടുക്കുക. പ്യൂർ ലൈൻ ക്യാപില്ലർ into small r പ്യൂർ ലൈൻ ആണ്. ക്യാപില്ലർ റെഡ് ആയിരുന്നു, സ്മോൾ r വൈറ്റ് ആയിരുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് F1 എടുക്കാണ്. F1 എടുക്കണമെങ്കിൽ ഒരു ഗ്യാമീറ്റ്സ് വന്നു. ഇവിടുത്തെ ഗ്യാമീറ്റ്സ് ഒരു ടൈപ്പ് ഗ്യാമീറ്റിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ, ക്യാപിറ്റൽ R. ഇവിടെയും ഒരു ടൈപ്പ് ഗ്യാമീറ്റിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ, സ്മോൾ r. ഗ്യാമീറ്റ്സ് നമ്മൾ എല്ലായ്പ്പോഴും സർക്കിൾ ഉണ്ടായിരിക്കണം റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ടൈപ്പ് ഗ്യാമീറ്റ് മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പൊ രണ്ട് ക്യാപിറ്റൽ ഉണ്ടാകാൻ പാടില്ല. ഗ്യാമീറ്റിലായിട്ടും ഒരേയിൽ മാത്രമേ ഉണ്ടാവൂ. ഒരു ജീനിന്റെ ഒരേയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ F1 എഴുതുകയാണ്. F1 ജനറേഷൻ നമ്മൾ രണ്ട് കമ്പൈൻ ചെയ്തു, ക്യാപിറ്റൽ R, സ്മോൾ r. മെന്റലിന്റെ ഓർഗൻസസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത റെഡ് ആണ്. റെഡ് അല്ല കിട്ടിയത് മറ്റൊരു പ്ലാന്റ് ആണ്. പിങ്ക് കളറിലെ ഒരു പ്ലാന്റ് ആണ് കിട്ടിയത്. ഓക്കെ ആണല്ലോ? റെഡ് ആയിട്ടുമില്ല, എന്നാൽ വൈറ്റും അല്ല. ഇതാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ റെഡും കിട്ടിയില്ല, വൈറ്റും കിട്ടിയില്ല, ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഡോമിനൻസ് ഉണ്ട്, പക്ഷെ ഡോമിനൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് റെഡ് കളർ കാണിച്ചിട്ടില്ല. അതാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി ഇതിന്റെ F2 എടുക്കുക. ഓക്കെ ആണല്ലോ? F2 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു F2 is always selfing of F1. അപ്പോൾ F1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്മോൾ r into selfing ആണ്. അതിനോട് തന്നെ ക്രോസ് ചെയ്യുക. ക്യാപിറ്റൽ സ്മോൾ r into ക്യാപിറ്റൽ സ്മോൾ r. ഇവിടുത്തെ ഗ്യാമീറ്റ്സ് നമ്മൾ പറയുകയാണ്. ഇവിടുത്തെ ഗ്യാമീറ്റ്സ് രണ്ട് ടൈപ്പ് ഗ്യാമീറ്റ് ഉണ്ടാവും. ക്യാപിറ്റൽ R ഉള്ള ഗ്യാമീറ്റും
സ്മോൾ ആർ ഉള്ള ഗ്യാമീറ്റും ഇവിടെയും അതുപോലെ തന്നെ ക്യാപിറ്റൽ ആർ ഉള്ള ഗ്യാമീറ്റും സ്മോൾ ആർ ഉള്ള ഗ്യാമീറ്റും നമുക്ക് ഇവിടെ രണ്ട് ഗ്യാമീറ്റ്സ് കിട്ടും. ഓക്കെ ആണല്ലോ. ഈ ഗ്യാമീറ്റ് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ആർ ഈ രണ്ട് ഗ്യാമീറ്റ്സ് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ രണ്ട് ഗ്യാമീറ്റ് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അത് നമ്മൾ ക്യാപിറ്റൽ ആദ്യം പറയാം സ്മോൾ ആർ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഞാൻ പറയാം തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ സ്മോൾ ആർ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് റെഡ് ആണ് രണ്ടുപേരും പിങ്ക് ആണ് വരും റെഡ് ആണ്. ഓക്കെ ആണല്ലോ. കിട്ടിയത് ഒരു റെഡ് കിട്ടി രണ്ട് പിങ്ക് കിട്ടി എഗെയിൻ ഒരു റെഡ് അല്ല സോറി ഇത് റെഡ് അല്ല വൈറ്റ് ആണ് വൈറ്റ് ആണ് ഒരു വൈറ്റ് കിട്ടി. ഓക്കെ ആണല്ലോ. സ്മോൾ വൈറ്റ് ആണ് അതുകൊണ്ട് ഇവിടെ വൈറ്റ് ആണ് ഒരു വൈറ്റ് കിട്ടി. അപ്പൊ ഇവിടത്തെ ഫിനോടൈപ്പിക് റേഷ്യോ നമുക്കറിയാം എന്തെങ്കിലും നമ്മൾ മെന്റൽ കോഴ്സിനെ കിട്ടിയ ടിപ്പിക്കൽ നോർമലി കിട്ടുന്ന റേഷ്യോ 3:1 ആണ് ഫിനോടൈപ്പിക് റേഷ്യോ അല്ലേ. എന്നാൽ ഇവിടുത്തെ ഫിനോടൈപ്പിക് റേഷ്യോ മാറി ഇവിടുത്തെ ഫിനോടൈപ്പിക് റേഷ്യോ ഈസ് 3:1 ആയിരുന്നു കിട്ടുന്നത്. 3:1 അല്ല ഇവിടെ കിട്ടുന്നത് പകരം 1:2:1 ആണല്ലോ. ജീനോടൈപ്പിക് റേഷ്യോ നോക്കിക്കേ. ജീനോടൈപ്പിക് റേഷ്യോ നോക്കുകയാണെങ്കിൽ അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല അല്ലേ. ഒരു ക്യാപിറ്റൽ ആർ രണ്ട് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഒരു സ്മോൾ ആർ 1:2:1. അപ്പൊ ഇതും സെയിം ആയി ഇതും സെയിം ആയാൽ അത് ഫിനോടൈപ്പിക് റേഷ്യോ ജീനോടൈപ്പിക് റേഷ്യോ സെയിം ആയി കഴിഞ്ഞാൽ അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസിൽ ഡോമിനൻസ് കംപ്ലീറ്റ് അല്ല. അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ സ്പെഷ്യാലിറ്റി. ഇവിടെ ഡോമിനൻസ് കംപ്ലീറ്റ് അല്ല. ഓക്കെ ആണല്ലോ. എക്സാമ്പിൾ ആണ് ഫ്ലവർ കളറിൽ മെറാപ്പിൾസ് എന്ന ഫ്ലവർ പ്ലാന്റ് ആണ്. വേറെ പേരാണ് ആന്റിയനം അല്ലെങ്കിൽ ഡോഗ് ഫ്ലവർ എന്നാണ് കോമൺ ആയിട്ട് വിളിക്കുന്ന പേര്. നമ്മൾ ഈ ഒരു പ്ലാന്റിന്റെ ബേസിക്കലി അതിന്റെ പ്ലാന്റിന്റെ ഫ്ലവർ കളർ തീരുമാനിക്കുന്ന ജീനാണ് ആർ ജീനാണ്. ആർ ജീൻ നമ്മൾ പ്യൂർ ലൈൻ ആയിട്ടുള്ള പ്യൂർ ലൈൻ ഹോമോസൈഗസും പ്യൂർ ലൈൻ ഡോമിനന്റ് പ്യൂർ ലൈൻ റിസസീവ് എടുക്കുക. പ്യൂർ ലൈൻ ഡോമിനന്റ് പ്യൂർ ലൈൻസ് ആർ ഓൾവേസ് ഹോമോസൈഗസ് അല്ലോ. പ്യൂർ ലൈൻ ഡോമിനന്റ് എടുക്കുക പ്യൂർ ലൈൻ റിസസീവ് എടുക്കുക. ഇവിടെ കിട്ടുന്നത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ഇവിടെ കിട്ടുന്നത് സ്മോൾ ആർ ക്യാപിറ്റൽ ഇവിടെ കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റെഡ് ആണെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. മെന്റലിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ക്യാപിറ്റൽ സ്മോൾ ടി ടോൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ റെഡ് ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന പക്ഷെ കിട്ടുന്നത് പിങ്ക് ആണ്. നമ്മൾ F2 ലേക്ക് പോവുകയാണ്. നമുക്കറിയാം F2 is always helping of F1. അടുത്ത F1 ക്യാപിറ്റൽ ആർ സ്മോൾ ആണ്. ക്യാപിറ്റൽ ആർ സ്മോൾ ആണ് ക്യാപിറ്റൽ ആർ സ്മോൾ ആണ്. ഓക്കെ ആണ്. നമ്മൾ രണ്ട് ടൈപ്പ് ക്യാപിറ്റലുകളും ഇവിടെ രണ്ട് ടൈപ്പ് ക്യാപിറ്റലുകളും കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫിനോടൈപ്പിക് റേഷ്യോ 1:2:1 തന്നെയാണ്. ജീനോടൈപ്പിക് റേഷ്യോ 1:2:1 തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഫിനോടൈപ്പിക് റേഷ്യോ ജീനോടൈപ്പിക് റേഷ്യോ 1:2:1 രണ്ടും സെയിം ആണ്. ഫിനോടൈപ്പിക് റേഷ്യോ ഈസ് ഈക്വൽ ടു ജീനോടൈപ്പിക് റേഷ്യോ ആവുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് മാത്രമാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് റെസിസ്റ്റീവ് അലീൻ ആവുന്നത്, എന്തുകൊണ്ടാണ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് നോക്കാം. ഇതിന് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് റെസിസ്റ്റീവ് അലീൻ ഇസ് എ മോഡിഫൈഡ് ആണ്. നമുക്കറിയാം ഒരു ജീൻ ഉണ്ട് അതിന്റെ മോഡിഫിക്കേഷൻസ് മ്യൂട്ടേഷൻസ് ഒക്കെ ആണ് മറ്റ് അലീൽസും ഒക്കെ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ റെസിസ്റ്റീവ് അലീൻ എന്ന് പറയുന്നത് ഒരു മോഡിഫൈഡ് അലീലാണ്. അപ്പൊ എപ്പോഴാണ് റെസിസ്റ്റീവ് അലീൻ അല്ലെങ്കിൽ ഒരു അലീൽ എപ്പോഴാണ് റെസിസ്റ്റീവ് ആവുന്നത് പറയുകയാണ്. മൂന്ന് കണ്ടീഷൻ പറയുകയാണ്. ഒന്ന് ഇത് ഒരു നോർമൽ ആയിട്ടുള്ള എൻസൈമിനെ ഒരു നോർമൽ അതിനുണ്ടാകുന്നത് ഒരു എൻസൈം ആണ് നിൽക്കട്ടെ. ആ റെസിസ്റ്റീവ് അലീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു എൻസൈമിനെയാണ്. ആ എൻസൈം നോർമൽ ആണ് ബട്ട് ലെസ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എൻസൈമിനെ ഉണ്ടാക്കുന്നു. ഓക്കെ ആണല്ലോ. ഈ ഒരു കണ്ടീഷനിൽ ആ അലീലിന് എഫക്ട് ഉണ്ടാക്കാൻ കഴിയില്ല, എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. ഫസ്റ്റ് കണ്ടീഷൻ ആണ് ഒരു മോഡിഫൈഡ് അലീൽ ഒരു നോർമൽ ആയിട്ടുള്ള എന്നാൽ നോർമൽ ആണെങ്കിലും ലെസ് എഫിഷ്യന്റ് ആയിട്ടുള്ള എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു കേസിൽ ആ ഒരു അലീൽ റെസിസ്റ്റീവ് അലീലായിട്ട് മാറും. രണ്ടാമത്തെ കണ്ടീഷൻ ഡോമിനന്റ് അലീൽ which produce a non-functional enzyme. എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ദാറ്റ്സ് എ non-functional enzyme ആണ്. അപ്പോൾ ഒരു non-functional enzyme പ്രൊഡ്യൂസ് ചെയ്യുന്ന അലീൽ റെസിസ്റ്റീവ് അലീലായിട്ട് മാറും. അതിന് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അടുത്ത മൂന്നാമത്തെയാണ്
allele, a modified allele which cannot produce an enzyme. ഈ കണ്ടീഷൻ ഈ മൂന്ന് കണ്ടീഷനാണ് ഒരല്ലേൽ റെസിസ്റ്റീവ് ആകുന്നത്. അതായത് ഫസ്റ്റ് കണ്ടീഷൻ നോർമൽ ആയിട്ടുള്ള എൻസൈം തന്നെയാണ്, ബട്ട് ദ എൻസൈം ഈസ് ലെസ് എഫിഷ്യന്റ്. നോർമലി ഉള്ള എൻസൈം ഈസ് നോർമൽ തന്നെയാണ്, പക്ഷെ അതുപോലെ തന്നെ ആക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനത്തെ കേസിൽ ആ ഒരല്ലേൽ റെസിസ്റ്റീവ് ആകും. അടുത്തത് ഒരല്ലേൽ ദാറ്റ് പ്രൊഡ്യൂസ് നോൺ ഫങ്ഷണൽ എൻസൈം, ആ ഒരു കേസിലും ആ അല്ലേൽ എന്തായിട്ട് മാറും, റെസിസ്റ്റീവ് അല്ലേലാവും. അടുത്ത മൂന്നാമത്തെ കണ്ടീഷനാണ് allele which cannot produce an enzyme. അതായത് allele എൻസൈമെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ആ ഒരു കണ്ടീഷനിൽ ഇത് നോൺ ഫങ്ഷണൽ ആയിട്ട് മാറും. ഓക്കെ, അതിലുള്ള റെസിസ്റ്റീവ് അല്ല. കാരണം റെസിസ്റ്റീവ് അല്ലാനുള്ള മൂന്ന് കണ്ടീഷൻസ് പറയുന്നതാണ് ഈ മൂന്ന് കണ്ടീഷൻസ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നോൺ മെയിൻറ്റെയിൻ മോണോഹൈബ്രിഡ് ഇന്റർഫെറൻസിൽ രണ്ടാമത് നമ്മൾ നോക്കുന്നതാണ് കോഡോമിനൻസ്. മെന്റലിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ ഡോമിനൻ ലെവലായിരിക്കും എഫക്ട് ഉണ്ടാക്കുക. എക്സാമ്പിൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് വന്നു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ ടിയുടെ എഫക്റ്റ് ആയിട്ട് ടോൾഡസ് ആണ്. അതാണ് മെന്റലിന്റെ കോൺസെപ്റ്റ് പറഞ്ഞേക്കുന്നത്. ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഡോമിനൻ ലെവലായിരിക്കും അതിന്റെ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുക, റെസിസ്റ്റീവ് അതിന്റെ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കും. ഇതാണ് മെന്റലിന്റെ കോൺസെപ്റ്റ്. എന്നാൽ ഇവിടുത്തെ ഒരു കൺസെപ്റ്റാണ് കോഡോമിനൻസ്. ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ രണ്ട് അല്ലേലും അവരുടെ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ്. ഇതിന്റെ എക്സാമ്പിൾ ആണ് AB ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഇതിന്റെ എക്സാമ്പിൾ. AB ബ്ലഡ് ഗ്രൂപ്പിന്റെ സ്പെഷ്യാലിറ്റി, AB ബ്ലഡ് ഗ്രൂപ്പിനുള്ള അല്ലേൽസ് ഒരു അല്ലേലാണ് IA, വേറെ അല്ലേലാണ് IB. ഇത് രണ്ടും ഡിഫറെന്റ് അല്ലേൽസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നോർമലി എങ്ങനെയാണ് ബ്ലഡിന്റെ ബ്ലഡ് ഗ്രൂപ്പ് വരുന്നതെന്ന് പറയുകയാണ്. IA എന്ന് പറയുന്ന അല്ലേൽ അതാണെന്നുണ്ടെങ്കിൽ A ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യും. A ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ A ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് വരും. ഓക്കെ ആണല്ലോ. ഇത് IA എന്നും വരാം, IA സ്മോൾ I എന്നും വരാം. ഇതാണ് A ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. A ആന്റിജൻ ഉണ്ടാകുന്നു, A ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകുന്നു. ഇനി അടുത്തത് B ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകുന്ന ഒരു കേസാണ് പറയുന്നത്. അപ്പൊ അവിടെ IB എന്ന് പറയുന്ന അല്ലേലാണ്. അപ്പൊ രണ്ട് കണ്ടീഷൻ IB എന്നും വരാം. IB സ്മോൾ I റെസിസ്റ്റീവ് അല്ലേൽ, അതിൽ എഫക്ട് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത കണ്ടീഷൻ ആണ് സ്മോൾ I അവിടെ ഒരു ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ 0 ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് O ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് മാറും. ഇനി അടുത്തതാണ് ABയുടെ കേസ് പറയുകയാണ്. AB അവിടെ രണ്ട് അല്ലേലുണ്ട്, IA അല്ലേലും IB അല്ലേലും. ഓക്കെ ആണല്ലോ. ഈ IA-യിലെ A ആന്റിജൻ IA പ്രൊഡ്യൂസ് A ആന്റിജൻ, ഇവര് A ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യും, IB പ്രൊഡ്യൂസ് B ആന്റിജൻ. അങ്ങനെ ടോട്ടൽ ബ്ലഡ് ഗ്രൂപ്പ് AB ആയിട്ട് മാറും. അങ്ങനെ ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ രണ്ട് അല്ലേലും അവർക്ക് എഫക്ട് ഉണ്ടാക്കി. മെന്റലിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരാൾ മാത്രമല്ല എഫക്ട് ഉണ്ടാക്കുക, അവിടെ രണ്ട് അല്ലേലും ഡോമിനൻസ് കാണിച്ചു. ഇവര് പല എഫക്ട് കാണിച്ചു, ഇവര് പല എഫക്ട് കാണിച്ചു. അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് AB ആയിട്ട് മാറും. ബാക്കി ഒന്നും ഇതിന് എക്സാമ്പിൾ അല്ല. A ബ്ലഡ് ഗ്രൂപ്പോ B ബ്ലഡ് ഗ്രൂപ്പോ O ബ്ലഡ് ഗ്രൂപ്പോ ഇതിന് എക്സാമ്പിൾ അല്ല. AB മാത്രമാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. അപ്പൊ AB ബ്ലഡ് ഗ്രൂപ്പ് ആണ് കോഡോമിനൻസിന്റെ എക്സാമ്പിൾ ആണ് AB ബ്ലഡ് ഗ്രൂപ്പ്. ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷൻ രണ്ടുപേരും പരസ്പരം ഡോമിനൻസ് കാണിക്കും. ഇതാണ് കോഡോമിനൻസ്. ഓക്കെ ആണല്ലോ. അത് മെന്റലി പഠിക്കാതെ പോയ മോണോഹൈബ്രിഡ് ക്ലോസിലെ, അതായത് നോൺ മെയിൻറ്റെയിൻ മോണോഹൈബ്രിഡ് ക്ലോസിലെ മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് വരുന്നതാണ് മൾട്ടിപ്പിൾ അല്ലേലിസം. Okay, മെന്റലിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് one character that is controlled by one gene and one gene consists of two alleles. ഇതാണ് മെന്റലിന്റെ കൺസെപ്റ്റ്. One character is controlled by one gene and one gene means that contain two alleles. ഇതാണ് മെന്റലിന്റെ കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ. One character is controlled by one gene means അതിൽ രണ്ട് അല്ലേൽ ഉണ്ടാകും. ഇതാണ് മെന്റലിന്റെ കൺസെപ്റ്റ്. എന്നാലോ അതായത് നമുക്ക് പറയാം ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് രണ്ട് അല്ലേലാണ്. ഇതായിരുന്നു മെന്റലിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് രണ്ട് അല്ലേൽസ് ആണ്. ഇതാണ് മെന്റലിന്റെ കൺസെപ്റ്റ്. എന്നാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ഉണ്ടല്ലോ, ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി IA, IB ആൻഡ് സ്മോൾ I മൂന്ന് അല്ലേലുണ്ട് അല്ലെ. മൂന്ന് അല്ലേലാണ്
blood grouping, ABO blood grouping. ഈ ABO blood groups നെ കൺട്രോൾ ചെയ്യുന്നത് 3 അലീലാണ്. ഓക്കേ ആണല്ലോ. അതുകൊണ്ട് മൾട്ടിപ്പിൾ അലീൽസിന് എക്സാമ്പിൾ ആണ് ABO blood grouping system മൊത്തം. പക്ഷേ ഓർഡോഗണസ് എക്സാമ്പിൾ ഏതായിരുന്നു? AB മാത്രമായിരുന്നു, വേറെ ഒന്നുമില്ല. അതിൽ AB ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വരുന്നില്ല. വേറെ ഒന്നും വരുന്നില്ല. അതിൽ AB എല്ലാം കൂടെ സിസ്റ്റം മൊത്തം വരുന്നതാണ് മൾട്ടിപ്പിൾ അലീലിസം. ഓക്കെ ആണല്ലോ. പക്ഷേ മൾട്ടിപ്പിൾ അലീലിസം സ്പെഷ്യാലിറ്റി ഉണ്ട്. മൾട്ടിപ്പിൾ അലീലിസം നമ്മുടെ ഓരോരുത്തരുടെ എടുത്തിരിക്കാൻ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെന്നുണ്ടെങ്കിൽ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നുകിൽ IA I സ്മോൾ I ആയിരിക്കും, IA അല്ലെങ്കിൽ IA സ്മോൾ I ആയിരിക്കും. ഒന്നുകിൽ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് വരുന്ന A ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ IA എന്ന് വരാം, അല്ലെങ്കിൽ IA സ്മോൾ I. ഈ AB ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് IA IB എന്ന് മാത്രമേ വരികയുള്ളൂ. ഈ B ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ഒന്നുകിൽ IB എന്നാവാം, അല്ലെങ്കിൽ IB സ്മോൾ I എന്നാവാം. ഇനി O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് സ്മോൾ I എന്ന് മാത്രമായിരിക്കും വരിക. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു ഇൻഡിവിജ്വൽ എടുത്തു കഴിഞ്ഞാൽ 2 അലീലേ വരികയുള്ളൂ. അപ്പൊ ഒരു ഇൻഡിവിജ്വൽ 2 അലീലേ വരികയുള്ളൂ. അപ്പൊ കുറെ ഇൻഡിവിജ്വലിനെ എടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് മൾട്ടിപ്പിൾ അലീലിസം കാണാൻ കഴിയുകയുള്ളൂ. അപ്പൊ മൾട്ടിപ്പിൾ അലീലിസത്തിന്റെ സ്പെഷ്യാലിറ്റിയാണ് മൾട്ടിപ്പിൾ അലീലിസം ക്യാൻ ഒബ്സർവ് only in a population, not in individuals. ഗ്രൂപ്പ് എടുക്കണം. അതായത് A ഗ്രൂപ്പ് ഉള്ള ആളോ B ഗ്രൂപ്പ് ഉള്ള കുറെ ആൾക്കാർ വന്നില്ല, ഒരാളിൽ മാത്രം നമുക്ക് പറ്റുന്നില്ല. കാര്യം ഒരാളിൽ 2 അലീലേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഒരാളിൽ നമ്മൾ പഠിച്ചത് ഒരിക്കലും നമുക്ക് പഠിക്കാൻ കഴിയുകയില്ല. ഒരാളിൽ 2 അലീലേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ മൾട്ടിപ്പിൾ അലീലിസിന്റെ എഫക്ട് ക്യാൻ ഒബ്സർവ് only in effect of multiple allelism. Effect can observe only in a population. Group of individuals ne vilikkunnapayana population and not in individuals. Individuals നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് ഇൻഡിവിജ്വൽസ് കാണാൻ കഴിയില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻട്രൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. എഫക്ട് ഓഫ് മൾട്ടിപ്പിൾ അലീലിസം ക്യാൻ ഒബ്സർവ് only in a population, not in individuals. ഓക്കേ ആണല്ലോ. ഓക്കേ, നോൺ മെറ്റീരിയൽ ഇംപെർസെൻസിൽ നാലാമത് നമ്മൾ പഠിക്കാനുള്ളതാണ് പ്ലിയോട്രോപ്പി. എന്താണ് പ്ലിയോട്രോപ്പി? രണ്ടാമത്തെ കൺസെപ്റ്റ് അനുസരിച്ച് 1 gene that control 1 character, അല്ലെങ്കിൽ 1 character is controlled by 1 gene. Okay, 1 character is controlled by 1 gene, അല്ലെങ്കിൽ 1 gene controlled 1 character എന്ന് നമുക്ക് പറയാം. അപ്പോൾ നോർമലി നമ്മൾ രണ്ടാമത്തെ കൺസെപ്റ്റ് അനുസരിച്ച് 1 character is controlled by 1 gene. Okay, അല്ലെങ്കിൽ 99.9% കണ്ടീഷനും ഈ കാര്യം ശരി തന്നെയാണ്. പക്ഷെ ചില കേസിൽ ചില സമയത്ത് ഇതിൽ മാറ്റം വരും. ഓക്കെ ആണല്ലോ. അതായത് ഒരു ജീൻ പറയാണ്, ഒരു ജീനാണ് ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കുക, അല്ലെ? ഒരു ജീൻ ഒരു ക്യാരക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നോർമലി അങ്ങനെയാണ്, ഒരു ജീൻ ഒരു ക്യാരക്ടറിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷെ റെയർ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ചില കേസിൽ ഒരു ജീൻ മോർ ദാൻ 1 ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്ലിയോട്രോപ്പി. 1 ജീൻ കൺട്രോൾ many character, more than 1 characters. That phenomenon is called as pleiotropy. Okay, now 1 gene controls many characters. That condition is called as pleiotropy. 1 gene controls many characters. That condition is called as pleiotropy. Pleiotropy കേസിൽ ഒരു ജീൻ ഒരു ക്യാരക്ടറിനെ ഒരു ജീൻ ഒന്നിലധികം ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യും. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഫിനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്ന അസുഖമാണ്. ഫിനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഫിനൈൽ കീറ്റോൺ യൂറിയ. ഈ ഫിനൈൽ കീറ്റോൺ യൂറിയ ഉണ്ടാവാനുള്ള കാരണം ഇതാണ്. ഒരു ജീൻ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറഞ്ഞ ഒരു ജീൻ ഉണ്ട്. ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറഞ്ഞ ഒരു ജീൻ, അത് ഇൻഎഫക്റ്റീവ് ആയി പോകുന്നു. ഈ ഒരു ജീൻ ഇൻഎഫക്റ്റീവ് ആയി പോകുന്നതാണ് ഫിനൈൽ കീറ്റോൺ യൂറിയ ഉണ്ടാവാനുള്ള റീസൺ.
ഇപ്പൊ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന ജീനിന്റെ ഫംഗ്ഷൻ പറയുകയാണ്. ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് ജീൻ ആണ്. ആ ജീൻ ഡിഫക്റ്റീവ് ആയി പോകും. ആ ജീൻ ഡിഫക്റ്റീവ് ആയില്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ നോർമലി ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ എൻസൈം ചെയ്യുന്ന കാര്യമാണ് ഫിനൈൽ അലാനിൻ ഇതൊരു അമിനോ ആസിഡ് ആണ്. ഫിനൈൽ അലാനിൻ ഈസ് ആൻ അമിനോ ആസിഡ്. ഈ അമിനോ ആസിഡിനെ മറ്റൊരു അമിനോ ആസിഡ് ആയിട്ടുള്ള തൈറോസിനാക്കി മാറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ നോർമലി ഒരു അസുഖമാണ് ഫിനൈൽ കീറ്റോണുറിയ. ആ അസുഖത്തിൽ നമ്മൾ പറയുന്നത് പ്ലിയോട്രോപ്പിയുടെ കേസ് നമ്മൾ പറയുന്നത് അസുഖമാണ് ഫിനൈൽ കീറ്റോണുറിയ. ഫിനൈൽ കീറ്റോണുറിയക്ക് കാരണമാണ് ഒരു ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജീനാണ് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് ജീൻ. ഈ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് ജീൻ ഇൻഎഫക്റ്റീവ് അല്ല എഫക്റ്റീവ് ആണെങ്കിൽ സംഭവിക്കുന്ന കാര്യം പറയുകയാണ്. നോർമലി സംഭവിക്കുന്ന കാര്യം പറയുകയാണ് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ തൈറോസിൻ എന്ന് പറയുന്ന മറ്റു അമിനോ ആസിഡാക്കി മാറ്റും. ഓക്കെ ആണല്ലോ. എന്നാൽ ഇവിടെ കേസിൽ ഈ ഒരു കേസിൽ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് അത് ഇൻഎഫക്റ്റീവ് ആയാൽ അത് ഫിനൈൽ കീറ്റോണുറിയയുടെ കേസിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് there is no conversion of നടക്കില്ല. There is no conversion of phenyl alanine to tyrosine. Phenyl alanine tyrosine മാറുന്ന കാര്യം ഈ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കാര്യം ഇവിടെ ഇൻഎഫക്റ്റീവ് ആണ്. അതുകൊണ്ട് ഫിനൈൽ അലാനിൻ തൈറോസിനായിട്ട് മാറുന്നില്ല. അപ്പോൾ ഫിനൈൽ അലാനിൻ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യും. അക്യുമുലേറ്റ് ചെയ്ത് ഫൈനലി അത് ഫീനൈൽ പൈറുവിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറും. ഫീനൈൽ പൈറുവിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറും. ഫീനൈൽ പൈറുവിക് ആസിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിട്ട് മാറും. അത് കുറച്ച് എഫക്റ്റ് ഉണ്ടാകും. ഇതൊക്കെ പറയുകയാണ്. അപ്പൊ ആ ഒരു ജീൻ ഇല്ലാതെ വരുന്ന കുഴപ്പമാണ്. ഒന്നാണ് മെന്റൽ 4 കുഴപ്പങ്ങളുണ്ടാകും. ഒന്നാണ് മെന്റലി റിട്ടാർഡേഷൻ, റിട്ടാർഡഡ് ഗ്രോത്ത്, നമ്മുടെ ബോഡി ഗ്രോത്ത് റിട്ടാർഡ് ആയി. അപ്പൊ 2 ക്യാരക്ടറായി. പിന്നെ പുവർ പിഗ്മെന്റേഷൻ, അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും നമുക്ക് ബ്ലാക്ക് കളർ വരിക, അവിടെ വെളുത്തിരിക്കും. നല്ല പുവർ പിഗ്മെന്റേഷൻ. 4ാമത്താണ് പുവർ ഹെയർ ഗ്രോത്ത്. ഇത് 4 ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു.